കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ആബിദ് പതിയെ അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി. അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടികൾ കൈകളാൽ വകഞ്ഞു മാറ്റി ചെവിക്ക് പിറകിൽ ഒതുക്കി വെച്ചു. ശേഷം അവൻ്റെ കൈകൾ അവളുടെ മുഖം മുഴുവൻ തഴുകി ചോരത്തുടിപ്പുള്ള അതിരങ്ങളിൽ തട്ടിയപ്പോൾ അവൾ അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ആ നോട്ടം കൊണ്ടൊന്നും ആബിദ് തൻ്റെ കൈകൾ പിൻവലിച്ചില്ല. അവൻ തൻ്റെ വിരൽ കൊണ്ട് അവളുടെ അതിരങ്ങൾ തഴുകുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകളും ആ വിറയാർന്ന ചുവന്നു തൊടുത്ത അതിരങ്ങളിൽ മാത്രമായിരുന്നു പതിഞ്ഞത്. പന്തികേട് തോന്നി അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി അവിടെ നിന്ന് ഓടാൻ തുനിഞ്ഞെങ്കിലും അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ അവൻ അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളുടെ ഇരുവശങ്ങളിലുമായി അവൻ്റെ കൈകൾ കൊണ്ട് ബന്ധിച്ചു വെച്ചു. കൺട്രോൾ മുഴുവൻ കൈവിട്ടുപോയ ആബിദ് അവൻ്റെ മുഖം അവളുടെ മുഖത്തോടടുപ്പിച്ചു. അവൾ പലവട്ടം വേണ്ട ഇക്കായെന്ന് പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും ചെവിക്കൊണ്ടില്ല. പതിയെ അവനൊരു കൈകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ച് തൻ്റെ അതിരങ്ങളെ അതിൻ്റെ ഇണയുമായി ചേർക്കാൻ ഒരുങ്ങിയതും അവൾ കണ്ണുകൾ കൂട്ടിയടച്ച് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. 1 ഇഞ്ച് വ്യത്യാസത്തിൽ മാത്രം അവരുടെ ചുണ്ടുകൾ തട്ടി നിന്നപ്പോഴാണ് പൊടുന്നനെ ഡോറിന് ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും പരസ്പരം പിടഞ്ഞു മാറി. യാ പതിരീങ്ങളെ, ആരോ ഡോറിന് മുട്ടുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോവാൻ. റബ്ബേ, നിങ്ങളിവിടെ കണ്ടാ പിന്നെ എല്ലാം തീർന്നു. അഹാന പേടിയോട് അവനോട് പറഞ്ഞു. നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നത്? നിന്നെ എന്തായാലും കെട്ടാൻ പോകുന്ന ചെക്കൻ തന്നെയല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഞാൻ നിന്റെ റൂമിലല്ലാതെ വേറെ പലരുടെ റൂമിൽ കയറി ചെല്ലുവോ? ആബിദ് പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ കൈക്കിട്ടൊന്ന് കൊടുത്തു. ആ പിന്നെ ഇപ്പൊ ആരും കണ്ടെങ്കിൽ പിന്നെ ഈ പന്തൽ പൊളിക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ടുപേരും കെട്ടിച്ചു വിടും. പന്തൽ അഴിക്കുന്നതിന് മുന്നേ ഒരു കല്യാണം കൂടി നടത്തും. സന്തോഷം, എനിക്ക് 1000 വട്ടം സമ്മതം. ഞാൻ ഈ നിമിഷം നിന്നെ കെട്ടാൻ തയ്യാറാണ് എൻ്റെ പെണ്ണോ. ആബിദ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വീണ്ടും ഡോറിന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത് മാജിയാണെന്ന്. പെട്ടെന്ന് തന്നെ അവൾ ആബിദിനെ ഒരുവിധം തള്ളി ബാത്റൂമിലേക്ക് കയറ്റി. ശേഷം ഡോർ ഓപ്പൺ ചെയ്തു. എന്താടി ഇതിനകത്ത്? എത്ര സമയം നിന്ന് മുട്ടാൻ തുടങ്ങിയിട്ട്? അത് ഞാനൊന്ന് ഫ്രഷ് ആവാൻ കയറിയതാടി. അവൾ ഡോർ മുഴുവൻ ഓപ്പൺ ചെയ്യാതെ പകുതി തുറന്ന് അതിന് മുന്നിൽ തന്നെ നിന്നു. അത് കണ്ട് മാജി അവളെ നിന്ന് രൂക്ഷമായി നോക്കി. എന്താടി ഇതിനകത്ത് വല്ല ഒളിപ്പിച്ചു വെച്ചായിരുന്നോ? അങ്ങോട്ട് മാറ് നോക്കട്ടെ. പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലല്ലേ. മാജി അഹാനെ തള്ളി റൂമിനുള്ളിൽ കയറി ചുറ്റും മരിച്ചു പെറുക്കാൻ തുടങ്ങി. അത് കണ്ടതും അഹാനൊന്ന് പരിങ്ങി. അവൾ മാക്സിമം മാജി ബാത്റൂമിനടുത്തേക്ക് പോവാതിരിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് വട്ടുണ്ടോ? നീ എന്താ തപ്പുന്ന്? അല്ല, ആബിക സമീർക്കയുടെ കൂടെ ഇങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷെ മൂപ്പര് എവിടെയും കാണുന്നില്ല. ഇതിനകത്തെങ്ങാനും ഉണ്ടോന്ന് നോക്കിയതാ. ഓ പിന്നെ മൂപ്പര് കാണുന്നില്ല. മൂപ്പര് റൂമിൽ പോയി തപ്പ്. എൻ്റെ റൂമിൽ എന്താ മൂപ്പര് കാര്യം? അല്ല പിന്നെ നീ ഒന്ന് പോയേ. പെട്ടെന്നാണ് മാജി അവളുടെ കഴുത്ത് ശ്രദ്ധിച്ച്. അവിടെ സൈഡിൽ നല്ലപോലെ ചുവന്നു വന്നിരുന്നു. എന്താ നിന്റെ കഴുത്തിന് പറ്റിയത്? അതും പറഞ്ഞ് അവൾ അഹാനയുടെ കഴുത്തിൽ തൊട്ട് കാണിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു നിമിഷം അവളാകെ എന്തോ പോലെയായി. കള്ള പന്നി, കടിച്ച് നല്ല മാർക്കാക്കി വെച്ചിട്ട്. മനസ്സിൽ ആബിദിനെ പ്രാഗിക്കൊണ്ട് പറഞ്ഞു. അതൊന്നുമില്ലടി, എന്തോ കടിച്ചതാ. എന്തോ എന്ന് വെച്ചാ ഇത് മനുഷ്യൻ കടിച്ച പോലെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു ഇങ്ങോട്ട് വന്നില്ലേ? മനുഷ്യനല്ലടി, കാണ്ടാമൃഗ കടിച്ച്. ഒന്ന് പോയേ. നീ ഉള്ള സമയം കൊണ്ട് നിന്റെ ചെക്കനെ വളക്കാൻ നോക്ക്. അല്ലെങ്കിൽ നല്ല വല്ല പെമ്പിള്ളേരും വന്ന് അവനെ കൊത്തിയങ്ങ് കൊണ്ടുപോകും. പിന്നെ നാളെ ഫൈസൽ തിരിച്ച് സൗദിയിലേക്ക് പോവാണെന്ന് ഉപ്പാനോട് പറയുന്ന കേട്ടു. ഇനി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അഹാനത് പറഞ്ഞതും മാജിയുടെ മുഖം വല്ലാണ്ടായി. മനസ്സിൽ അവൾ പോലും അറിയാതെ ഫൈസൽ കയറിക്കൂടിയിരുന്നു. പക്ഷേ അത് അവൾക്ക് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇനി അവൻ അങ്ങനെയൊന്നുമില്ലെങ്കിൽ വെറുതെ നമ്മളായി ട്രെയിന് തലകൊണ്ടുപോയി വെക്കുന്ന പോലെ ആവില്ലേ? എന്നാലും പെട്ടെന്ന് അവൻ പോവാണെന്ന് അവൾ പറഞ്ഞപ്പോൾ മാജിയുടെ നെഞ്ചിൽ കൂടി ഒരാളലുണ്ടായി. പക്ഷെ അത് പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾ മാക്സിമം ശ്രദ്ധിച്ചു. അവൻ പോയിക്കോട്ടെ, നിനക്കെന്താ? പിന്നെ വളക്കാൻ വേറെ നല്ല ചുള്ളൻ ചെക്കന്മാരെ കിട്ടും. ഒന്ന് പോടി. മനസ്സ് നീറുന്നുണ്ടെങ്കിലും കപട ദേഷ്യം ഫിറ്റ് ചെയ്ത് മാജി റൂമിൽ നിന്ന് പോയി. എന്നാലും അവനൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. മതി, ഞാനെന്തിനൊക്കെ ചിന്തിക്കുന്നത്? മാജി സ്വയം ആത്മകഥം പറഞ്ഞു. അവൾ പോകുന്നത് നോക്കി അഹാന അവിടെ തന്നെ നിന്നു. പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാത്ത കാരണം മാജി പോയെന്ന് മനസ്സിലെ ആബിദ് പതിയെ ബാത്റൂമിന്റെ ഡോറ് തുറന്നു. പിന്നെ റൂമിലേക്ക് വന്നു. തിരിഞ്ഞിന്ന് അഹാനെ പുറകിൽ അവൻ ചുറ്റി വരിഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ആബിദ് അവിടെയുള്ള ബോധം വന്നത്. ഇക്ക വിട്ടെ, ഇപ്പൊ ഭാഗ്യത്തിന് അവൾ കണ്ടില്ല. ഇനി ആരെങ്കിലും വരും, ഒന്ന് പോ പ്ലീസ്. അവൻ അവൾ തന്റെ മുഖത്തോട് നിർത്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അല്ല, നീ എന്തോ പറയുന്ന കേട്ടല്ലോ, നിന്നെ കടിച്ച് കാണ്ടാമൃഗമാണെന്ന്. ഞാൻ എപ്പോഴാടി കാണ്ടാമൃഗമായത്? നിങ്ങൾ പിന്നെ കാണ്ടാമൃഗം തന്നെ അല്ലേ? അത് പറഞ്ഞതും ആബിദ് അവളുടെ അരികിൽ കൂടി അവളെ മുറുക്കി പിടിച്ചു. എന്നാലേ ഈ കാണ്ടാമൃഗം ശരിക്കും കടിച്ച എങ്ങനെയിരിക്കുന്നു എൻ്റെ പൊന്നുമോൾക്ക് ഇക്ക കാണിച്ചു തരാട്ടോ. അത് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിനിട്ട് ഒരുപാട് കുത്തുകൊടുത്തു.
കളിക്കലീക്ക, എന്നെ വിട്ടേ. അവനതൊന്നും കാര്യമാക്കാതെ അവളുടെ മുഖത്തോട് തന്നെ മുഖം അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പെണ്ണ് പേടിച്ച് രണ്ട് കണ്ണും കൂട്ടിയടച്ചു. പൊടുന്നനെ ആബിദ് അവളുടെ കവിളിൽ നല്ല ആഴത്തിലൊരു കടിവെച്ച് കൊടുത്തു. വേദന കൊണ്ട് അവളവനെ തള്ളിമാറ്റി കവിളിൽ കൈവച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. നോക്കണ്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യം പറയാൻ നിന്നെ ഇങ്ങനെ കാണുമ്പോ മുഴുവനായിട്ട് കടിച്ച് തിന്നാൻ തോന്നാറുണ്ട്. പിന്നെ ഇതിപ്പോ നല്ല മാർക്കായി തെളിഞ്ഞു വരും. ആരെങ്കിലും എന്താന്ന് ചോദിച്ചാ നീ നേരത്തെ പറഞ്ഞ പോലെ വല്ല കാണ്ടാമൃഗം കടിച്ചാണെന്ന് പറഞ്ഞാ മതി. ഇതും പറഞ്ഞ് ആബിദ് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവിടുന്ന് പോയി. അവൻ പോകുന്ന വഴി നോക്കി നിന്നപ്പോൾ അവളുടെ അതരങ്ങളിലും ഒരു പുഞ്ചിരി വിടർന്നു. കള്ളക്കൊരങ്ങൻ. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഫൈസലിന്റെ ഫ്ലൈറ്റ്. അന്ന് രാവിലെ ആബിദിന്റെ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാമെന്നാണ് അവർ തീരുമാനിച്ചത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ മാജിയും ഫൈസലും പരസ്പരം കണ്ണുകൾ ഉടക്കിക്കൊണ്ടേയിരുന്നു. അവൾക്ക് വല്ലാതെ ഫീലാവുന്നുണ്ടായിരുന്നു അവൻ പോകുന്നതിൽ. അതിലുപരി അവൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന സങ്കടവും. എല്ലാം കഴിഞ്ഞ് എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് ഫൈസൽ ഇറങ്ങാനൊരുങ്ങി. അവൾ കുറെ നോക്കി, പക്ഷേ അവൻ തിരിച്ചൊരു നോട്ടം കൊടുക്കാത്ത അവളിൽ നല്ല വിഷമമുണ്ടാക്കി. അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വരാൻ തുടങ്ങിയതും അത് മറ്റാരെങ്കിലും കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. റൂമിലെത്തി ജനലഴികളിലൂടെ കണ്ണു നട്ട് അടക്കി വെച്ച വിഷമങ്ങളെല്ലാം കണ്ണുനീരായി പെയ്തിറങ്ങി. തന്റെ പിറകിൽ നിന്ന് ഒരു കാൽപ്പെരുമാറ്റം കേട്ടാണ് മാജി കണ്ണു തുടച്ച് തിരിഞ്ഞു നോക്കിയത്. ഒരു നിമിഷം അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഫൈസലായിരുന്നത്. അവനെ കണ്ടതും അവൾ തന്റെ മുഖം താഴ്ത്തി. എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള കേൾപ്പ് അവളിൽ ഉണ്ടായില്ല. അവന്റെ കാലുകൾ തനിക്ക് സമാനമായി ചലിച്ചു വരുന്ന കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് 10 മടങ്ങ് ഉയരാൻ തുടങ്ങി. മാജി, പതിഞ്ഞ സ്വരത്തിൽ അവൻ അവളെ വിളിച്ചു. അത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴേക്കും കഴിഞ്ഞതിന് ബാക്കിയെന്ന പോലെ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി നിലംപതിച്ചിരുന്നു. മാജി, ഈ കണ്ണുനീര് സത്യസന്ധമാണെങ്കിൽ ഞാൻ വരും. 7 കടലും കടന്ന് ഞാൻ വരും. ഈ കഴുത്തിൽ ഒരു മഹർ ചാർത്തി കൂടെ കൂട്ടാൻ, ഈ ഫൈസലിന്റെ പെണ്ണായി കാത്തിരിക്കണം എനിക്ക് വേണ്ടി. ഫൈസലിന്റെ വാക്കുകളിൽ മാജി വായുവിൽ ഉയർന്നു പറ്റിയതുപോലെ തോന്നിയവൾക്ക്. അവനിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷമായിരുന്നു അവളിൽ. ഓടിച്ചെന്ന് അവനെ വാരിപ്പുണരുവാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. നാണം കൊണ്ട് ഫൈസലിനെ നോക്കാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്തി. അത് കണ്ടതും ഫൈസൽ പതി അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയപ്പോൾ അവൾ ആകെ പേടിച്ചു വിറച്ച് ഒരു പരിവമായി. അങ്ങനൊരവസ്ഥയിൽ അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫൈസലിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കുന്ന ഓർത്തുകൊണ്ട് അവനെല്ലാം അടക്കി വെച്ചു. ശേഷം നാണത്താൽ മുഖം താഴ്ത്തി വെച്ചിരിക്കുന്ന അവളുടെ താടിയിൽ പിടിച്ച് അവൻ പതിയെ ആ മുഖം അവന് നേരെ ഉയർത്തി. പിന്നെ എൻ്റെ ജീവൻ നിന്റെ കൈ തന്നിട്ടാ ഞാൻ മടങ്ങുന്നത്. അത് കളയാതെ സൂക്ഷിച്ചു വെക്കണം കേട്ടല്ലോ. ഞാൻ വരുന്നവരെ മാത്രമല്ല, ജീവിതാവസാനം വരെ. അതിനുത്തരമെന്നോണം അവൾ പുഞ്ചിരിച്ചു. അതിൽ തന്നെ അവന് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് ബോധ്യമായി. അവളുടെ നെറുകിൽ വളരെ മൃദുവായി അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവളോട് യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. കാറിൽ കയറുമ്പോഴും ജനൽ വഴി അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചവനും. ഫൈസലിന്റെ കാർ അവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളിൽ ഇച്ചിരി ദുഃഖമുണ്ടായെങ്കിലും അതിലുപരി ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കട്ടിൽ കയറി തുള്ളിച്ചാടി. തലയിണ പിടിച്ച് ഫൈസലാണെന്ന ധാരണയിൽ അതിന് ഒരുപാട് ഉമ്മവച്ചു. നമ്മുടെ നായകന്റെയും നായികയുടെയും എൻഗേജ്മെന്റ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സഫയുടെ നിക്കാഹ് കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് അവരുടെ എൻഗേജ്മെന്റ്. സഫ സമീറിന്റെ കൂടെ സൗദിയിൽ സെറ്റിലായി. ആബിദിന്റെയും മഹാനയുടെയും മാരേജ് 1 മാസം കഴിഞ്ഞാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ കമ്പനിയിൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ആബിദിന് സൗദിയിൽ പോവേണ്ടി വന്നു. 1 മാസം കഴിഞ്ഞാലേ അവനിനി നാട്ടിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഇച്ചിരി ദുഃഖത്തോടെ പോയാലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പെണ്ണിനെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവൻ. ആബിദും സമീറും ഫൈസലും ഒരുമിച്ചായിരുന്നു തിരിച്ചു വരാൻ തീരുമാനിച്ചത്. പിന്നീട് അങ്ങോട്ട് കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളുമായിരുന്നു. ഡ്രസ്സും ഓർണമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അഹാനക്ക് ആബിദിനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അത് മാറ്റാനെന്നോണം അവൻ ഇടയ്ക്കിടെ അവളെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി കല്യാണത്തിന് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. 1 ആഴ്ച മുന്നേ ആബിദ് നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. നീണ്ട 1 മാസത്തിന് ശേഷം ആബിദ് നാട്ടിലേക്ക് വരുവാനായി ഒരുങ്ങി. അന്ന് രാത്രി അവൾ വിളിച്ച് ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. അവളുടെ ജീവിതം ആബിദിന്റെ പ്രണയം കൊണ്ട് മൂടുവാൻ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ആബിദ് ഫ്ലൈറ്റ് കയറി. അവനിലെ പ്രണയത്തെ ഏറ്റുവാങ്ങുവാനും തിരിച്ച് അതിന്റെ 10 മടങ്ങ് നൽകി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനും വേണ്ടി മനസ്സ് വെമ്പൽ കൊണ്ട് അവൾ അങ്ങനെ ആ ബാൽക്കണിയിൽ നിലാവിൽ തന്റെ പ്രിയതമന് വേണ്ടി കാത്തിരുന്നു. നീണ്ട 1 മാസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ആബിദിന്റെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫൈസൽ 1 ആഴ്ചത്തെ ലീവിനാണ് വന്നത്. അത് കഴിഞ്ഞ ഉടനെ അവന് തിരിച്ചു പോവേണ്ടതുണ്ട്. ആബിദിന്റെ നിർബന്ധത്താൽ ഫൈസലിന്റെ വീട്ടിൽ പോയി അവന്റെ ഉമ്മയും ഉപ്പയും കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചത്. വീട്ടിൽ കയറിയപ്പോൾ തന്നെ കല്യാണത്തിന് ഒരുവിധം സെറ്റപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു.
അടുത്ത കുടുംബക്കാരും പിള്ളേരൊക്കെയായി വീട് ആകമാനം തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. പരസ്പരം ആരെങ്കിലുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഫ്രഷായി. ആബിദിന് തന്റെ പെണ്ണിനെ കാണാനായി ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറം തന്നെ തന്റെ പെണ്ണ് ഇരിപ്പുണ്ടെങ്കിലും അങ്ങോട്ട് പോവാനോ അവൾക്ക് ഇങ്ങോട്ട് വരാനോ പറ്റിയ സാഹചര്യമായിരുന്നില്ല. കാരണം ഇവിടെ മുഴുവൻ കുടുംബത്തിലൊരു വിധം എല്ലാ ആൾക്കാരും വന്ന് തമ്പടിച്ചിട്ടുണ്ട്. പിന്നെ ആകെയുള്ള ഒരു സമാധാനം പുറത്ത് പർച്ചേസിന് പോവുക എന്നതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ വരുന്നതിന് മുന്നേ കുരിപ്പുകളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ ആ ചാൻസും പോയി കിട്ടി. ഏതാണ്ട് നമ്മുടെ പെണ്ണിന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ഇക്ക നാട്ടിൽ വന്നിട്ട് ഒരു നോക്ക് കാണാൻ കഴിയാത്ത കാരണം അവളുടെ നെഞ്ചിൽ ആരോ ഭാരം കയറ്റി വെച്ച പോലെയായിരുന്നു. വീട്ടിൽ മുഴുവൻ കുടുംബക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഇക്കയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. കല്യാണ പെണ്ണ് കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടിൽ വെറുതെ കയറിപ്പോക്ക് ശരിയുള്ള ഏർപ്പാടല്ലല്ലോ. സോ ആകെ മൊത്തം ഒരു മ്ലാനത. ഒരു വരികിനെ പോലെ ആബിദ് അവൻ്റെ റൂമിൽ നിന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് സെമീറും ഫൈസലും റിജാദും ഇടിച്ചു കയറി വന്നു. എന്തായിക്ക സംതിങ് റിജാദ് അവനോട് ചോദിച്ചതും അതിനെ പിടിച്ച് ബാക്കി സെമീറും തുടങ്ങി. അവൻ്റെ പെണ്ണിനെ കാണാൻ കഴിയാത്ത സങ്കടമായിരിക്കും. ആബി, നീ ഒരു മാസം സഹിച്ചില്ലേ? ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓളൻ്റെ സ്വന്തമാവൂലേ? പിന്നെ ദിവസം 24 മണിക്കൂറും ഓടെ മോന്തേ നോക്കി ഇരിക്കാലോ. സെമീർ അവനെ നന്നായിട്ട് നോക്കി. അപ്പോൾ തന്നെ ചെക്കൻ കലിപ്പുമൂട് ഓണാക്കി. പോടാ, നിനക്ക് പറയാം, എനിക്കറിയും ഒരു മാസം എത്ര യുഗങ്ങളായിട്ടാണ് കടന്നുപോയതെന്ന്. ഇവിടെ വന്നപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. അപ്പോഴേക്ക് പെണ്ണിനൊരു നോക്ക് കാണാൻ കഴിയുന്നില്ല. നിന്ന് ഡയലോഗ് അടിക്കാതെ എന്തേലും വഴി ഉണ്ടാക്കടാ. ആബിദ് 3 പേരെയും നോക്കി പറഞ്ഞു. എന്തോ മനസ്സിൽ ഓർത്തപ്പോൾ ഫൈസലിന്റെ തലയിൽ നല്ല വോൾട്ടേജുള്ള ബൾബ് കത്തി. അവൻ പെട്ടെന്ന് തന്നെ ആബിദിന്റെ അരികിലായി നിന്നതും എന്താ കാര്യം എന്നറിയാൻ സെമീർ റിജാദും കൂടി ചെവി കോർത്ത് നിന്നു. ശേഷം ഫൈസൽ പറഞ്ഞ കാര്യം കേട്ടതും ആബിദിന്റെ മുഖത്തെ തെളിച്ചം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു. അവൻ 32 പല്ലും കാണിച്ച് ഫൈസലിനെ കെട്ടിപ്പിടിച്ചു. ഡാ നീ അടച്ചങ്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.